ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷനിലാണ്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആർക്കെങ്കിലും ഇനി ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് മടിയോ അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയുമോ എന്നുള്ള പ്രശ്നം ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അത് ഭാവിയിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. കാരണം ഇപ്പോഴും പല ആൾക്കാരും ഇനി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരുണ്ട്. പലരും പല മേഖലകളിലും വർക്ക് ചെയ്യുന്നവരായിട്ട് പോലും അവർക്ക് ഇനി ഇംഗ്ലീഷ് നല്ല കോൺഫിഡൻസോടെ സംസാരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ മുമ്പത്തെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ ഇതിനോടകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കേണ്ട കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചും കൂടി കുറേ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മിറർ പ്രാക്ടീസും ബുക്സ് വായിക്കുന്നതും അതുപോലെയൊക്കെ. അപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻ ചെയ്യുക നല്ലപോലെ. ഓക്കെ, ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും നിങ്ങൾ സംസാരിച്ചാലേ നിങ്ങൾക്കത് നേരെയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിനും ഓൺലൈൻ കോച്ചിങ്ങിനും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയമേ നിങ്ങൾ സെൽഫായിട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മിറർ പ്രാക്ടീസ് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, മിറർ പ്രാക്ടീസ് നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ മിററിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണോ സംസാരിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ കുറേ വേർഡ്സും കാര്യങ്ങളും സെൻറ്റൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ടോ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വലിയ ഒരു IT കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മുമ്പെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിൽ ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതാണ്. അതായത് ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരു മലയാളി 2 പേരാണ്. ഓക്കെ, സോ അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ ഒരു റൗണ്ടിൽ തന്നെ അവർ റിജക്റ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കപ്പോൾ ഇംഗ്ലീഷ്, ഇപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റിജക്റ്റ് ആയിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് സംസാരിച്ചില്ല, സോ അവർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായെങ്കിൽ എനിക്ക് തിരിച്ച് പറയാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നും എത്രത്തോളം നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്നും നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിലായാലും പല മേഖലകളിലും ഇപ്പോൾ ഇംഗ്ലീഷ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ പല സ്കൂളുകളിലും എല്ലാം ഇംഗ്ലീഷ് ഉണ്ടെങ്കിലും പൊതുവേ ആരും ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. സോ അപ്പോൾ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഇംഗ്ലീഷ്. നമുക്കിപ്പോൾ മലയാളം അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മലയാളം പോലെ തന്നെ നമ്മൾ ഈക്വലായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ്. നമ്മളപ്പോൾ നല്ല രീതിയിൽ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഡെയിലി കോൺവെർസേഷൻ ചെയ്യുക. നമ്മളിപ്പോൾ ഡെയിലി എത്ര മിനിറ്റ് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെയിലി കോൺവെർസേഷനിലൂടെ, അതായത് മിററിൽ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മളെ പറ്റി തന്നെ പറയുമോ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വലിയൊരു കോൺഫിഡൻസ് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട്, നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്കൊരു ഫീൽ വരാം. ഒന്നാമത്തെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആദ്യം തന്നെ കോൺഫിഡൻസ് ഉണ്ടാവുക സംസാരിക്കാനായിട്ട്. അത് ഒന്നാമത്തെ ഒരു ടിപ്പാണ്. ഓക്കെ, നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്കത് കിട്ടും ഉറപ്പായിട്ടും. സോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫ്രണ്ട്സ്, ഫാമിലി ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇംഗ്ലീഷിൽ. സോ അവരപ്പം പറയുന്ന തെറ്റാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മുന്നോട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളത് റീഡിങ്ങിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും അതിന് സമയം കിട്ടാറില്ല, കണ്ടെത്താറില്ല. സോ അപ്പോൾ നിങ്ങൾ ഡെയിലി മോർണിംഗിലായിരിക്കും നമുക്ക് മിക്കവാറും പേപ്പേഴ്സൊക്കെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് വരുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ഓരോ ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കിട്ടുന്ന നല്ല ബുക്സൊക്കെ വായിക്കുക നല്ലപോലെ. അതിന് നിങ്ങൾ സമയം കണ്ടെത്തുക. മെയിനായിട്ട് നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വളരെ ജീവിതത്തിലൊരു പാട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് സമയം കണ്ടെത്തണം. പിന്നെ നിങ്ങൾ നല്ലപോലത്തെ ഈ ഇംഗ്ലീഷിൽ കോൺവെർസേഷൻസൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ, ഓഡിയോ കണ്ടൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പലതരം വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതാണ്. സോ അതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇംഗ്ലീഷിൽ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ.
ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, അല്ലാത്ത സിനിമയുടെ എന്തെങ്കിലും അതിൻ്റെ ഇത് പറയുന്നതായിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കേൾക്കുന്ന വേർഡ്സ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ഡിക്ഷണറി ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാം. എന്തെങ്കിലും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മീനിങ്ങോ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളത് ശീലമാക്കുകയാണെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ഇംഗ്ലീഷിൽ ഡിസ്കസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ഇരുന്ന യൂട്യൂബിൽ നിങ്ങൾ കണ്ടു നോക്കുക, ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രമിക്കുക. നിങ്ങളതിനും ഇത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. എന്നുവെച്ചാൽ അവോയ്ഡ് ചെയ്യാനോ ഒന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫ്ലുവൻ്റ് ആയിട്ട് ആദ്യം നിങ്ങൾക്കൊരു മടിയായിരിക്കും ആൾക്കാർ എന്ത് പറയുന്നുള്ളത്. നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് കിട്ടും. പിന്നെ നിങ്ങൾ ബുക്സ് വായിക്കുന്നത് വിധം, പിന്നെ നിങ്ങൾ ആൾക്കാരോട് കോൺവെർസേഷൻ ചെയ്യുന്ന വിധം. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്യണം. സോ അപ്പോൾ ക്ലയൻറ്റിന് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, തിരിച്ച് പറയാനായിട്ട് അറിയത്തില്ല. അത് നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. സോ ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ പലർക്കും ഇംഗ്ലീഷ് പറയാനായിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, എന്തോ പറയുന്നതിന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി വെക്കും. തിരിച്ച് പറയുമ്പോഴത്തേക്കും അവർക്ക് ആ തപ്പൽ വരുമ്പോഴത്തേക്കും അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെ കുറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് വരുമ്പോഴത്തേക്കും ഇല്ലായ്മയത്തേക്കും അവർ പറയുന്ന വേർഡ്സ്, അതായത് ഒരു കാര്യം അവർ പറയുമ്പോഴത്തേക്കും അവർ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത വരുന്നതുകൊണ്ട് അവർക്ക് എന്താണോ അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് പറയാനായിട്ട് പറ്റത്തില്ല. അവർക്ക് അതിങ്ങനെ ഡൗണായി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ബുക്സ് വായിക്കുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടാണ്ടിരിക്കില്ല, ഒരു 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ ആണെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെങ്കിൽ റൂം അടച്ചിട്ടാലും എനിക്ക് യൂട്യൂബിൽ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കാണാനും മൂവീസൊക്കെ കാണാനും അപ്പോൾ അവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഡെയിലി നമ്മളിത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ഒരു ഒരു സിനിമയോ സീരിയലോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും ലാംഗ്വേജ് കാണുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് അങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അമേരിക്ക അങ്ങനത്തെ ഇംഗ്ലണ്ട് അങ്ങനത്തെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് കേട്ടാലും അതിൽ നിന്ന് നമുക്ക് ബേസിക്കായിട്ടും കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഒരു മോട്ടിവേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ എൻ്റെ അടുത്ത ഒരു മോട്ടിവേഷൻ ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.